നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രോജക്റ്റിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. വളരെ മനോഹരമായ വലിയൊരു ക്രോക്കറി യൂണിറ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഈ വീടിൻ്റെ 3 വശവും നമുക്ക് വയലാണ്. അപ്പോൾ മാക്സിമം നമുക്ക് വിൻഡോസ് നമ്മൾ കൊടുത്തേക്കുന്നത് ആ ഒരു വയലിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കാനായിട്ടാണ് നമ്മൾ 2 ക്രോക്കറി യൂണിറ്റിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ബേ വിൻഡോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനടിയിൽ നമുക്ക് സ്റ്റോറേജും ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കുഷനും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് തൊട്ടപ്പുറത്തുള്ള വ്യൂസ് കാണാമെന്നുള്ള രീതിയിൽ, വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞ് വ്യൂസ് കാണാനുള്ള രീതിയിലാണ് നമ്മൾ ഈ ക്രോക്കറി യൂണിറ്റിനെ വിൻഡോയുടെ 2 സൈഡിലായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിൽ ഒരു ബേ വിൻഡോ യൂണിറ്റ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നോർമൽ കേസ് നമ്മളെപ്പോഴും ക്രോക്കറി ചെയ്യുന്നത് ഒരു ലിൻഡൽ ലെവലിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നോർമലി ഡിസൈൻ ചെയ്യുന്നത്. എന്നാൽ ഇത് നമുക്ക് മാക്സിമം ഹൈറ്റ് ഫീൽ ചെയ്യാനുള്ള രീതിയിലും മാക്സിമം സ്റ്റോറേജ് ഉൾക്കൊള്ളാനുള്ള രീതിയിലും ഈ ഒരു യൂണിറ്റ്, ഈ ഒരു വോൾ കംപ്ലീറ്റ് നമ്മൾ വിത്തൗട്ട് വിൻഡോ ഒഴിച്ച് ബാക്കി എല്ലാ ഏരിയയും നമ്മൾ കംപ്ലീറ്റായിട്ട് യൂണിറ്റിനെ കവർ ചെയ്തിട്ടുണ്ട്. അതൊരു മഹാഗണി വുഡ് പ്ലസ് ഫ്രോസ്റ്റി ഗ്ലോസി വൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഫിനിഷിലുള്ള അലൂമിനിയം പ്രൊഫൈൽ ഡോർസുകൾ നമ്മളിവിടെ ലെങ്തി ഡോർസും ഷോർട്ട് ഡോർസും നമ്മളിവിടെ കൊടുത്ത് കൂടുതൽ ഈ ഒരു യൂണിറ്റിനെ ഭംഗിയാക്കാനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാക്സിമം നമുക്ക് ക്രോക്കറി പ്ലേറ്റ്സ്, കപ്പ് ആൻഡ് സോസേഴ്സ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെക്കുവാനും പ്ലസ് ഒരു സീറ്റിംഗ് പൊസിഷനോടാണ് നമ്മളിവിടെ ഈ ഒരു യൂണിറ്റിനെ ഡിസൈൻ ചെയ്ത് കൺവേർട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഗ്ലാസ് ഡോസിനകത്തെല്ലാം നമ്മൾ ലൈറ്റിംഗ്, പ്രൊഫൈൽ ലൈറ്റിംഗ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെട്ടം നമുക്ക് ലൈറ്റിംഗ് പ്രൊവിഷൻ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഈ ക്രോക്കറി യൂണിറ്റിന് നമ്മൾ ഇതിനകത്ത് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രോയർ യൂണിറ്റിനകത്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ബോട്ടം സ്റ്റോറേജും ഉണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാ ആക്സസറീസും സോഫ്റ്റ് ക്ലോസിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് മറ്റേ പർട്ടിക്കുലർ പോയിന്റ് കഴിയുന്ന ഉടനെ നമ്മൾ നോർമലി ഭയങ്കര സൗണ്ടായിട്ട് വന്ന് അടയത്തില്ല. നമ്മൾ ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ പതുക്കെ വന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കംപ്ലീറ്റ്ലി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ക്രോക്കറി യൂണിറ്റിൽ നമ്മൾ ധാരാളം ഷെൽഫുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം സ്റ്റോറേജ് ബിൽഡ് ചെയ്ത് നിൽക്കാനുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പർ ക്യാബിൻ കൊടുത്തുകൊണ്ടിട്ട് നമ്മൾ ആ സീലിംഗ് വരെ ക്ലോസ് ചെയ്തതോടെ മാക്സിമം നമുക്ക് വലിയ പാത്രങ്ങൾ, ഇപ്പം ക്രോക്കറി യൂണിറ്റിനകത്ത് നമ്മൾ ചെറിയ കൺസെപ്റ്റ് പ്ലേറ്റ്സുകളൊക്കെ ആയിരിക്കും വെക്കുന്നത്. നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് അപ്പർ ക്യാബിനറ്റ് യൂണിറ്റ് നമുക്ക് ഈ യൂണിറ്റിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു.